പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം സിബിഐക്ക് വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കനത്ത പ്രതിഷേധമുയർന്നതോടെ ഗത്യന്തരമില്ലാതെയാണ് സർക്കാർ ഇങ്ങനെ തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷവും ബിജെപിയും അവകാശപ്പെട്ടു. അതിൽ വാസ്തവമില്ലെന്ന് പറയാനാവില്ല. പ്രശ്നം ഇത്രയും നാൾ സജീവമായി നിർത്തിയതിൽ പ്രതിപക്ഷത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അതേസമയം കുറ്റമറ്റതും നീതിപൂർവവുമായ അന്വേഷണത്തിലൂടെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞതായി മുഖ്യമന്ത്രി അവകാശവാദം ഉന്നയിച്ചിട്ടാണ് അന്വേഷണം വിജ്ഞാപനം ചെയ്തത്. എങ്കിലും കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ച് സിബിഐ കൂടി അന്വേഷിക്കട്ടെ എന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പത്രക്കുറിപ്പിറക്കിയത്. പക്ഷേ മരണം നടന്ന് 20 ദിവസം കഴിഞ്ഞാണ് അന്വേഷണം സിബിഐക്ക് വിടുന്നത്. തുടക്കം മുതൽ ദുരൂഹതകൾ ഏറെ ഉണ്ടായപ്പോഴും സർക്കാർ അനങ്ങിയില്ല. ക്യാമ്പസ് അധികൃതർ മരണവിവരം പോലീസിൽ അറിയിച്ചതു മുതൽ വീഴ്ചയുണ്ടായി. ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ടും അത് റാഗിംഗ് ആണെന്ന് ലഘൂകരിക്കാൻ ശ്രമമുണ്ടായി. അന്വേഷണം വഴിതിരിച്ചുവിടാൻ പല വഴികളിൽ ശ്രമമുണ്ടായി. CPMന്റെ ജില്ലാ നേതാവ് ഇടപെട്ട രീതി വിമർശനങ്ങൾക്ക് ഇട നൽകിയെങ്കിലും അതൊക്കെ അധികൃതർ അവഗണിച്ചു. SFIക്കാർ 4 സഖാക്കളെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. യൂണിവേഴ്സിറ്റി 31 പേരെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. പോലീസ് 18 പേരെ അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തില്ലേ എന്നാണ് സർക്കാരിന്റെ മട്ട്. രാവിലെ അച്ഛൻ ജയരാജും അമ്മാവൻ ഷിബുവും മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകി. മുഖ്യമന്ത്രി ആ കടലാസ് വായിച്ചു നോക്കി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അവർ 5ാം നിലയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങി. സെക്രട്ടേറിയറ്റിൽ നിന്ന് 200 മീറ്റർ അകലെയുള്ള തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളോട് സംസാരിക്കാനാണ് അവർ പോയത്. പ്രസ് ക്ലബിന്റെ പടി കയറും മുൻപേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് വന്നു. സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CBIയോട് ആവശ്യപ്പെടാൻ സർക്കാർ തീരുമാനിച്ചു. എന്തൊരു വേഗത, എന്തൊരു ശുഷ്കാന്തി! എങ്കിലും CBI അന്വേഷണം വരുന്നതിൽ തൃപ്തി അറിയിച്ചിരിക്കുകയാണ് അച്ഛൻ ജയരാജും അമ്മാവൻ ഷിബുവും. സിദ്ധാർത്ഥന്റെ മരണം തുടക്കം മുതൽ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു. മരണകാരണം ഒളിച്ചുവെക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടായതായി പലരും ചൂണ്ടിക്കാട്ടി. ആത്മഹത്യ ചെയ്തെന്ന് പറയുന്ന കുട്ടിയുടെ തലയ്ക്ക് പിന്നിൽ ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് തലയൊട്ടി പൊട്ടിയ കാര്യം റിപ്പോർട്ട് ചെയ്തില്ല. 16ാം തീയതി രാവിലെ തുടങ്ങിയ മർദ്ദനത്തിനൊടുവിൽ 18ാം തീയതിയാണ് മരണം പുറത്തറിയുന്നത്. ആക്രമണം നടന്ന മുറികളോ സ്ഥലങ്ങളോ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയോ ബന്ദവസാക്കിയില്ല. ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ചത് മുണ്ടാണെന്ന് പറയുന്നു. എന്നാൽ മുണ്ട് മൃതദേഹത്തോടൊപ്പം തെളിവായി ഹാജരാക്കിയിട്ടില്ല. അപ്പോഴും സിദ്ധാർത്ഥന്റെ ശരീരം കെട്ടഴിച്ച് താഴെ ഇറക്കിയത് ആരാണെന്നോ ഡീൻ MK നാരായണന്റെയും കന്ദസ്വാമിയുടെയും പങ്ക് എന്താണെന്നോ അന്വേഷിച്ചില്ല. സിദ്ധാർത്ഥനെ കൊല്ലാൻ ഒരു പെൺകുട്ടി കൊട്ടേഷൻ കൊടുത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആ കുട്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് അന്വേഷിച്ചിട്ടില്ല. തൃശൂരിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരി അമ്മയുടെ മകളാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് പറയപ്പെടുന്നത്. സിദ്ധാർത്ഥിന്റെ സഹപാഠിയായ ആ കുട്ടി നൽകിയ കൊട്ടേഷൻ അനുസരിച്ച് അവന്റെ സുഹൃത്തുക്കളായ 6 കശ്മലന്മാർ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പുറത്തുനിന്നുള്ള ആസൂത്രണം ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചിട്ടില്ല. 112 കുട്ടികളുടെ കൺമുന്നിൽ വെച്ച് ആക്രമിച്ചത് 18 പേരാണെങ്കിൽ കാണാമറിയത്ത് ആക്രമണ പദ്ധതി ആസൂത്രണം ചെയ്തത് ആരൊക്കെയാണ്? താലിബാൻ മോഡൽ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് പറയുന്നു. ആരാണ് അതിന് ചരട് വലിച്ചത്? ഇതൊന്നും പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വന്നിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ടിൽ സിദ്ധാർത്ഥിന്റേത് മരണമല്ല, കൊലപാതകമാകാനുള്ള സാധ്യത പരിശോധിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും SFI എന്ന പേര് പോലും കണ്ടില്ല. ഇടിമുറി എന്നറിയപ്പെടുന്ന 21ാം നമ്പർ മുറി സംഭവശേഷം കഴുകി വൃത്തിയാക്കി. ഫോറൻസിക് സർജനെ വിളിച്ചു വരുത്തിയില്ല. ദേഹത്തുണ്ടായ പരിക്കുകൾ വേണ്ടതുപോലെ രേഖപ്പെടുത്തിയിട്ടില്ല. വയറ്റിൽ ആഹാരത്തിന്റെയോ വെള്ളത്തിന്റെയോ അംശം പോലും ഇല്ലായിരുന്നു. പരസ്യ വിചാരണ നടത്തി അതിക്രൂരമായി മർദ്ദിച്ചെന്ന് UGCയുടെ ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് നൽകി. സഹപാഠികളും സീനിയർമാരുമായ 18 പേർ പലയിടങ്ങളിൽ വെച്ച് സിദ്ധാർത്ഥനെ മർദ്ദിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 97 പേരുടെ മൊഴിയെടുത്താണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. UGCയുടെ സ്ക്വാഡ് വന്നില്ലായിരുന്നെങ്കിൽ അന്വേഷണം വെറും പ്രഹസനം നാടകമാകുമായിരുന്നു. ഫെബ്രുവരി 18ാം തീയതി പുറത്തറിഞ്ഞ സംഭവത്തിന് മാർച്ച് 3-നാണ് കേരള പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. പക്ഷേ കേരള പോലീസിന്റെ സ്പെഷ്യൽ ടീം അന്വേഷിക്കാൻ വന്നത് ഒരു സംഘം ചാനൽ റിപ്പോർട്ടർമാരെയും ക്യാമറക്കാരെയും
പടലയോടെ കുറെ പോലീസുകാരെയും കൂട്ടിയായിരുന്നു. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ ജാഗ്രതയും സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഉണർന്നില്ലായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന്റെ മരണം വെറും ആത്മഹത്യയായി മാറുമായിരുന്നു. വസ്തുതകൾ നിഷേധിക്കാനാവാതെ വന്നപ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും ഇപ്പോൾ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നതും. മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് ഏറെക്കുറെ ഉറപ്പായപ്പോൾ മാർച്ച് 7-ന് അച്ഛൻ ജയരാജ് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അന്വേഷണം ആവശ്യപ്പെട്ട് നിവേദനം നൽകി. ഗവർണർ റിപ്പോർട്ട് ആരാഞ്ഞ് 8-ാം തീയതി കത്ത് സർക്കാരിന് ഫോർവേഡ് ചെയ്തു. 9-ാം തീയതി ജയരാജും ഷിബുവും ചില ബന്ധുക്കളുമായി സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കാണുന്നു. കണ്ട് പടിയിറങ്ങും മുൻപ് CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നു. SFIക്കാരും ഡീൻ MK നാരായണനും മറ്റുള്ളവരും ചേർന്നുണ്ടാക്കിയ പൊല്ലാപ്പ് ചില്ലറയല്ല. ഈ മരണം വാർത്തയായതോടെ വീണ വിജയന്റെ കോഴ ഇടപാടും കരിമണൽ കറയുമെല്ലാം ചർച്ചകളിൽ നിന്ന് മാഞ്ഞെങ്കിലും വലിയ മീൻ വലയിലായതിന്റെ അങ്കലാപ്പിലായിരുന്നു മുഖ്യമന്ത്രി. ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആരാഞ്ഞ് ഗവർണർ കത്ത് നൽകുമ്പോൾ പല വിവരങ്ങളും രേഖാമൂലം കൈമാറേണ്ടി വരും. പോലീസിന്റെ വീഴ്ചകൾ പലതും രേഖപ്പെടുത്തേണ്ടി വരും. നാളെ അതെല്ലാം കോടതിയിൽ ചോദ്യങ്ങളായി ഉയരുമ്പോൾ പാർട്ടിയും കുട്ടി സഖാക്കളും വിഷമിക്കും. SFI മാത്രമല്ല, അവർ കാണാമറിയത്ത് നിർത്തിയിരുന്നവരും ചിത്രത്തിൽ തെളിയേണ്ടി വരും. ഈ ആദികളും വ്യാധികളും ഒഴിപ്പിക്കാൻ പിണറായി വഴിനോക്കിയിരിക്കുമ്പോഴായിരിക്കണം ജയരാജും ഷിബുവും CBI അന്വേഷണം ആവശ്യപ്പെട്ട് പടികയറി വന്നത്. പിന്നെ ആലോചിക്കേണ്ടി വന്നില്ല, അപ്പോഴേ കൊടുത്തു CBI അന്വേഷണത്തിന് ഉത്തരവ്. ജയരാജും ഷിബുവും നെടുമങ്ങാടുള്ള വീട്ടിലെത്തുന്നതിന് മുൻപ് വിജ്ഞാപനവും പുറത്തു വന്നു.